എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെയൊക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് പോയാലോ. വിശേഷം ഇടാൻ വൈകിയത് ഒരു യാത്രയിലായതുകൊണ്ട് കേട്ടോ. അപ്പം മറക്കാതെ ഇനിയിപ്പോ കൃത്യസമയത്ത് തന്നെ ഞാൻ വൈകുന്നേരം മുതൽ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നത് പിങ്കിയും മോഹിനിയും പവിത്രയും കൂടെ കൂടിയിട്ട് ആ വലിയ തന്ത്രങ്ങളൊക്കെ മെനയുമാണ്. എത്രയും പെട്ടെന്ന് ഗാഥനെ ഇവിടുന്ന് പുറത്തിയടിക്കണം, അതിന് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ ഈ മോഹിനി പറഞ്ഞു, അല്ല അവളെ ഇവിടെ നമുക്ക് പുറത്തിയടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാ ചെറിയമ്മ ഇല്ലാത്ത അതിനുള്ളൊക്കെ തന്ത്രങ്ങളൊക്കെ ഈ പിങ്കി മെനഞ്ഞിട്ടുണ്ടെന്ന് പറയാം. കാര്യം എന്താ, അവളെ നമ്മൾ ഇവിടെ ഇട്ടങ്ങ് പണിയെടുപ്പിക്കുന്നു പറയാം. അല്ല സാധാരണഗതി പണിയെടുപ്പിച്ചിട്ട് അവളെ ഈ വീട്ടിൽ നിന്ന് പോവോ? ഒരു കാരണവശാലും പോവില്ല. അവൾക്ക് കട്ട സപ്പോർട്ടോടെ നന്ദയല്ലേ ഉള്ളതെന്ന് ചോദിക്കണം. നന്ദ അവളെ ലക്ഷ്മിയമ്മനും തമ്മിൽ ആദ്യം നമുക്ക് തെറ്റിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഗാഥനെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നന്ദ പറയാതെ ഒരു കാരണവശാലും നമുക്ക് ഗാഥനെ പുറത്താക്കാൻ പറ്റില്ലെന്ന് പറയാം. അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ദൗത്യം അതായിരിക്കണം എന്ന് പറയാം. തന്റെ മനസ്സിലുള്ള ഐഡിയാസ് ഒക്കെ പിന്നീട് പിങ്കി അവരോട് പറഞ്ഞു കേൾപ്പിക്കുകയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പിങ്കിക്കും പവിത്രയ്ക്കും മോഹിനിയും ഭയങ്കര സന്തോഷമായി. കൊള്ളാം, ഈ ഐഡിയ വർക്കൗട്ട് ആവെന്ന് പറയണം. അങ്ങനെ അവര് നേരെ ചെല്ലുന്നത് ഗാഥയുടെ അടുത്തേക്കാണ്. ഗാഥയുടെ അടുത്ത് ചെന്നപ്പോ പാവം ഗാഥ പണിയെല്ലാം ചെയ്ത് വേർത്ത് കുളിച്ച് നിൽക്കുകയാണ്. രാവിലെ തൊട്ട് തുടങ്ങിയ പണികളാ. ഗാഥനെ കണ്ടു ചോദിച്ചു. മോഹിനി ചോദിച്ചു, അല്ല നീ എന്താ ഇവിടെ വെറുതെ നിൽക്കുന്നേ ചോദിക്കണ. പിങ്കി ചോദിച്ചു, ഓ പണി ചെയ്ത് തടന്ന് നിൽക്കുന്നതായിരിക്കണം, ആകെ പടം വേർത്തൊഴുകിയില്ലോ എന്ന് ചോദിക്കുകയാണ്. അല്ല നീ എന്ത് പണിയാ ചെയ്തേന്ന് ചോദിക്കുകയാണ്. ഇതിന് മാത്രം മല മറിക്കാനായിട്ട്. പവിത്ര പെട്ടെന്ന് പറഞ്ഞിട്ട്, അയ്യോ അമ്മേ ചെറിയ ജോലി ഇഷ്ടം പോലെ ജോലി ഇതറിയാവോ. രാവിലെ ആണെങ്കിൽ ഇവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കുന്ന കണ്ടു, പിന്നീട് തുണികളെല്ലാം കൊണ്ടേ കഴിയിടുന്ന കണ്ടു. രാവിലെ തൊട്ട് തുടങ്ങിയ ജോലികളാ, എന്ത് സ്പീഡിലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് അറിയാവുന്ന ചോദിക്കുകയാണ്. മോഹിനി പറഞ്ഞു, അതൊരു നല്ല കാര്യം തന്നെയുള്ള ജോലികളൊക്കെ ചെയ്യുന്നത്. ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പോൾ അടുത്ത പണിയും കൂടെ തരാം. നീ തുടയ്ക്കണമെന്ന് പറയാം, വീടെല്ലാം അങ്ങ് തുടച്ച് വൃത്തിയാക്കാൻ പറയാം. അതിനെന്താ, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയണേ. കാതയ്ക്ക് ജോലി എടുക്കാൻ ഒരു മടിയുണ്ടായിരുന്നില്ല. ഈ സമയത്ത് പിങ്കി അങ്ങ് പറഞ്ഞു, അതൊക്കെ ശരി തന്നെ, നീ അങ്ങ് തുടയ്ക്കാൻ തുടയ്ക്കോ. പക്ഷെ ഇവിടെ അല്ല തുടയ്ക്കണ്ട. ആദ്യം നീയേ മഹേശ്വരൻ അമ്മാവന്റെ മുറി വേണം പോയി തുടയ്ക്കാനായിട്ട്. അമ്മാവന് ഭയങ്കര വൃത്തിക്കാരനാ. മുറിയിൽ അങ്ങനെ ഇച്ചിരി പൊടി കണ്ടിട്ടുണ്ടെങ്കിൽ അന്ന് ലക്ഷ്മിയമ്മയ്ക്ക് സുഖമാ. അതുകൊണ്ട് ആദ്യം നീ ആ മുറി പോയി തുടയ്ക്കാൻ പറയണം. കാത പറഞ്ഞ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് കയറി പോവാണ്. ഇനിയല്ലേ നമ്മൾ കളി നടത്താൻ പോകുന്നേ എന്ന് പിങ്കി പറയാണ്. പിന്നീട് പിങ്കി നേരെ പോകുന്ന ലക്ഷ്മിയമ്മയുടെ അടുത്തേക്കാ. ലക്ഷ്മിയമ്മയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, ലക്ഷ്മിയമ്മ ഇത്ര പറഞ്ഞെങ്കിലും ഞാൻ ഇത്രയും വിചാരിച്ചില്ല ആ ഗാഥനെ കുറിച്ചെന്ന് പറയാം. അല്ല എന്ത് കാര്യം? അല്ല വാവച്ചൻ വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ലക്ഷ്മിയമ്മയോട്, അവളുടെ അമ്മയെ ശരിയല്ല എന്നൊക്കെ. എന്നാൽ ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. അല്ല ഇപ്പൊ എന്താ സംഭവിച്ച? ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞാലും ആ കുട്ടി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ടെന്ന് പറയാം. അതൊക്കെ ശരി ലക്ഷ്മിയമ്മേ, അതൊക്കെ ലക്ഷ്മിയമ്മനെ കയ്യിലെടുക്കാനുള്ള ഒരു മാർഗങ്ങൾ മാത്രമല്ലേ. അവള് ജോലി എടുക്കുന്നു, അവളുടെ ജോലിയെ കുറിച്ചൊന്നും പറയാതിരിക്കുന്ന ഭേദം. അതെന്താ പെട്ടെന്ന് ഇപ്പൊ ഇങ്ങനെ പിങ്കി പറഞ്ഞേ? അവൾ എന്ത് ജോലി എടുക്കണേ? അവള് തുടയ്ക്കാൻ പോയേക്കുമായിരുന്നു. അതിന് ഇവിടെ ഹാളുണ്ട്, വേറെ എത്രയൊക്കെ സ്ഥലങ്ങൾ തുടയ്ക്കാനായിട്ട്. അവള് നേരെ പോയേക്കുന്ന അമ്മാവന്റെ മുറിയിലേക്കാ തുടയ്ക്കാനായിട്ട്. അങ്ങോട്ട് എന്തിനാ പോയത്? അതാ ഞാനും ചോദിക്കുന്നേ. അവിടെ ആദ്യം പോയി തുടയ്ക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അത് ഈ സമയത്ത് അവിടെ അമ്മാവനുണ്ടെന്നറിയാം. ഇങ്ങനത്തെയുള്ള പെണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെയാ. ആദ്യം ചെന്നിട്ട് അവരോട് പൈസ മേടിക്കാൻ വേണ്ടിയിട്ട് പല തന്ത്രങ്ങളും വരും. അവസാനം നടക്കില്ലാതെ കണ്ടു കഴിയുമ്പോഴത്തേനും ഭീഷണികളുമായിട്ട് പുറകെ വരും. അവരുടെ കുടുംബജീവിതം തന്നെ തകർന്നു പോകും. അറിയാവോ, ലക്ഷ്മിയമ്മയ്ക്ക് അറിയാവുന്ന ചോദിക്കുകയാണ്. ലക്ഷ്മിയമ്മയുടെ ഒരു ഞെട്ടലുണ്ടായി. അതുകൊണ്ട് ഞാൻ പറയാ, ലക്ഷ്മിയമ്മ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാ കുടുംബം തകരില്ലെന്ന് കരുതിയാ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നേ. അതെ, മനുഷ്യന്റെ മനസ്സല്ലേ, എപ്പോഴും ഏത് സമയത്ത് എന്താ മാറുന്നെന്ന് ചെയ്യുന്നതും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ലക്ഷ്മിയമ്മ ഒരു കാര്യം ചെയ്യാം, പോയി ഗാഥനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് ഞാൻ പറയണം. ലക്ഷ്മിയമ്മയ്ക്ക് മുഖത്തടിയേറ്റോലേ ഇപ്പൊ. ലക്ഷ്മിയമ്മ പറഞ്ഞു, ശരി ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ലക്ഷ്മിയമ്മയുടെ മുഖത്തെ വെപ്രാളും ഒക്കെ പിങ്കി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏറ്റെന്ന് മനസ്സിലായി. ഈ സമയത്ത് പവിത്രയും മോഹിനിയും കൂടി എന്ത് ചെയ്യുവാണ്, ആ തുടയ്ക്കാൻ പോകുന്ന ആ വാതക്കലേക്ക് തുടച്ചിട്ട് കടന്നു വരുന്ന ആ വാതക്കലേക്ക് കൊണ്ട് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് അവൾ ആ മുറിയൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴത്തേനും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിക്കോളും. ഈ എണ്ണയ്ക്ക് ആ തെന്നി അടിച്ച് അവിടെ താഴെ കിടങ്ങും. പിന്നെയാണ് കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. അങ്ങനെ പവിത്ര തുടയ്ക്കാനായിട്ട് ആ മുറിയിലേക്ക് ചെല്ലുവാണ്. മുറിയിലേക്ക് ചെന്ന് തുടയ്ക്കുക. അവിടെ എല്ലാം തുടച്ചുകൊണ്ട് ഈ സമയത്ത് മഹേഷ് ചോദിച്ചു, നീ എന്ത് പരിപാടിയാണ് മോളെ കാണിക്കണം നിൽക്കും? എന്താ വെച്ചാ നിന്നോടാരും ഇവിടെ വന്ന് തുടയ്ക്കാൻ പറഞ്ഞേ? ഇതിനൊക്കെ ഇവിടെ വേറെ ആൾക്കാരുണ്ടെന്ന് പറയണം. എന്നോട് മോഹൻ ചെറിയമ്മേ പിന്നെ പിങ്കി ചേച്ചിയും പറഞ്ഞിട്ടാ. അവൻ അങ്ങനെയൊക്കെ പറയും, നീ ഒന്നും ചെയ്യാൻ പോണ്ട, നീ അവിടെ വെക്കാൻ പറയണം. വേണ്ട അച്ഛൻ ഞാൻ ചെയ്തോളാം, എനിക്ക് ഇത് ചെയ്തുകൊണ്ട് ഒരു ദോഷവും ഇല്ല, അതുകൊണ്ട് ഞാൻ ചെയ്തോളാം എന്ന് പറയണ. മഹേശൻ ആകപ്പാടെ പെട്ടു. എന്റെ ദൈവം, ഇനി താൻ എന്തൊക്കെ അനുഭവിച്ചാലാ? അല്ലെ തന്നെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചൊരു അവസ്ഥയല്ല. എപ്പോഴേ വീട്ടിലുള്ള ഒരു കാര്യങ്ങളൊക്കെ അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത വള്ളിക്കുട്ട് വന്നിരിക്കുന്നു. ഇനി ഇവളെ എങ്ങനെയെന്ന് പറഞ്ഞ് മനസ്സിലാക്കും. അതോ ഇവളെ ഈ വീട്ടിൽ നിന്ന് ഓടിക്കാനായിട്ടാ
അവര് മനഃപൂർവ്വം കാണിക്കുന്ന കഥകളാണോ? ഇങ്ങനെയൊക്കെ ഓർത്ത് മഹേശ്വരൻ ടെൻഷൻ അടിച്ചിരിക്കുക. ഇനി എങ്ങനെയും ഈ ഊരാ കൊടുക്കുന്ന രക്ഷപ്പെട്ടേ പറ്റുള്ളൂ. വാവച്ചനോട് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ചോദിക്കണം. മുറിയൊക്കെ തുടച്ചതിന് ശേഷം ഗാഥ മുറിയിലേക്ക് വെളിയിലേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേനും പെട്ടെന്നായി എണ്ണയെ തെന്നി അടിച്ച് വീഴുവാണ്. ഗാഥയുടെ നിലവിളി മഹേശ്വരൻ കിട്ടും. മഹേശ്വരൻ ഓടി വന്ന് പിടിച്ചേൽപ്പിക്കണം. എന്ത് പറ്റുമോളെ, എന്താന്ന് ചോദിച്ചോണ്ട്. ഒന്ന് തെന്നി വീണ വെച്ചാ കാലിനെന്തോ ചെറുതായിട്ടൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ലെന്നുണ്ട്. ഞാൻ എഴുന്നേപ്പിക്കാന്ന് പറഞ്ഞിട്ട് മഹേശ്വരൻ എഴുന്നേപ്പിക്കുകയാണ്. ഈ സമയത്ത് ലക്ഷ്മിയമ്മ അങ്ങോട്ട് വരുന്നേ. പിങ്കി അമ്മാതിരി കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തേക്കുന്നത്. അതിന് വരുമ്പം കാണുന്ന കാഴ്ച ഗാഥനെ എഴുന്നേപ്പിക്കുന്ന മഹേശ്വരനെ ചേർത്ത് നിർത്തിയേക്കോ ഗാഥനെ. ഇത് സഹിച്ചില്ല. ലക്ഷ്മിയ വന്ന് ഇതെന്താ ഇവിടെ കാണുന്നതെന്ന് ചോദിക്കണം. ഇതെന്താ ഇവള് വീണപ്പോ ഞാനൊന്ന് പിടിച്ചേപ്പിച്ചോ? ഓ അങ്ങനെയല്ലേ. അല്ല നിന്നോട് ആരുടെ പറഞ്ഞു ഇവിടെ ഒന്ന് തുടയ്ക്കാന്ന് പറയണ? അല്ല അമ്മ ഞാനിവിടെ. അമ്മയോ? ആറമ്മ. നല്ല കഥയായി. ഇങ്ങോട്ട് മാറി നിൽക്കാൻ പറയണ. അല്ല മഹേശ്വരേട്ടാ, നിങ്ങൾ എന്തിനാ ഇവളുടെ കയ്യെ കയറി പിടിച്ചു നിൽക്കണം? അതാ കുട്ടി വീണു കഴിഞ്ഞപ്പോ അതിനെ ഏക്കാൻ പറ്റില്ല, അതുകൊണ്ടാ. അതൊക്കെ ഇവറ്റവളിലേക്ക് അടവാ. ഇവളുമാര് ഇതിലപ്പുറം പരിപാടി ചെയ്യും. മഹേശ്വരേട്ടൻ അങ്ങോട്ട് മാറി ഇനി അങ്ങോട്ട്. ഞാൻ ഇല്ലാത്ത സമയത്ത് എന്റെ മുറി കയറിയേക്കും, നാണം കിട്ടണമെന്ന് പറഞ്ഞ് ഗാഥനെ ചീത്ത പറയണ. ഗാഥ പറഞ്ഞ അമ്മ ഞാൻ മിണ്ടി പോയേക്കുന്നു ഒരക്ഷരം. മേലെ നിന്നെ മുറിയെ കണ്ടുപോയേക്കില്ലേ, ഇറങ്ങി പോടിയെന്ന് പറയണം. ഗാഥ പറഞ്ഞു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലാന്ന് പറയാം. തെറ്റ് ചെയ്തിട്ടുണ്ടോ നമുക്ക് അറിയാന്ന് പറയണം. പക്ഷെ ഗാഥയ്ക്ക് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് മോഹിനി ചോദിച്ചു, അല്ല എന്ത് പറ്റുമോ ഗാഥ പറയാൻ? നടക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഒരു കുഴപ്പമില്ലെന്ന് പറയണം. ഗാഥ ചട്ടി അങ്ങോട്ട് പോവാണ്. അപ്പം മഹേശ്വരൻ ഈ കാഴ്ച കണ്ടപ്പോൾ സഹിച്ചില്ല. മഹേശ്വരൻ പതുക്കെ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ലക്ഷ്മി ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാ പോണേന്ന് ചോദിക്കണം. അല്ല ഞാനുമില്ല, മര്യാദയ്ക്ക് ഇവിടെ നിൽക്കുക. അവൾ ഇതിലെവിടെയെങ്കിലും പോട്ടെ. അത് നിങ്ങൾക്ക് അവളുടെ കാര്യത്തിൽ എന്താ എത്ര ശുഷ്കാന്തി? എന്നിട്ട് വല്ല കാര്യം ഉണ്ടോയെന്ന് ചോദിക്കണം. മഹേഷിന് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഗാഥ പതുക്കെ പുറത്തേക്ക് ഒന്നും മിണ്ടാതെ രണ്ട് കണ്ണുകൾ നിറഞ്ഞ പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്. പിന്നീട് കാണിക്കുന്ന മിഥുനെ കാണാനായിട്ട് ഇതിന്റെ അങ്ങോട്ട് ഗാഥ ചെല്ലുന്നുണ്ട്, ക്ലാസ്സിന് അങ്ങോട്ട്. ഗാഥയല്ല, സോറി കേട്ടോ, ഇടയ്ക്ക് ആ പേരങ്ങനെ മാറിപ്പോന്നാണേ. നന്ദയാണ് അങ്ങോട്ട് ചെല്ലുന്നത്. നന്ദ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മിഥുൻ, എന്താ നന്ദ, എന്താ എന്നെ കാണണോന്ന് പറഞ്ഞു. അതേ ഒരു കാര്യം ഉണ്ടെന്ന് പറയാണ്. എന്താണെങ്കിലും തുറന്നു പറഞ്ഞോ. അല്ല ആ കേസുണ്ടല്ലോ, ബാലാജി എന്നെ തട്ടിക്കൊണ്ടു പോയതാ. ആ കേസ് ഗൗതം സാർ അറിഞ്ഞെന്ന് പറയണേ. ഗൗതം സാർ അറിഞ്ഞു? അതെങ്ങനെ? അതെനിക്ക് അറിയത്തില്ലാത്ത. നിനക്കല്ലേ ആ കാര്യം അറിയാവുന്നേ? അപ്പൊ നീയാണോടാ ഒറ്റ കൊടുത്തേന്ന് ചോദിക്കണം എന്നെ. ഞാൻ ഒറ്റ കിട്ടുന്നില്ല. അതെങ്ങനെ ഞാൻ ഒറ്റുന്നേ? എനിക്ക് എന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതാ എനിക്ക് സംശയം. പക്ഷെ എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ടെന്ന് പറയണം. അല്ല നിന്നോട് ഇതാരാ പറഞ്ഞേ? എന്നോട് ഗൗതം സാർ തന്നെ ഇതിനെക്കുറിച്ച് ചോദിച്ചേ. പക്ഷെ എങ്കില് അത് ബാലാജി അങ്ങനെ ചെയ്തതെന്ന് നമുക്ക് വരുത്തി തീർക്കണം. അതിനെന്തെങ്കിലും മാർഗം ഉണ്ടാടാന്ന് ചോദിക്കണം. എന്തിനാ നന്ദ അങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഈ സമയത്താണെങ്കിൽ ബാലാജി അകത്തോടെ ഒന്നുകൂടെ നല്ല കാര്യമല്ലേ നമുക്ക്? ഒന്നും തന്നെ ചിന്തിച്ചു നോക്കിയേ. ബാലാജിനെ പിടിച്ച് ചോദ്യം ചെയ്യുവാണെങ്കിൽ അവൻ സത്യങ്ങളൊക്കെ പറഞ്ഞോളൂ. പിന്നെ എന്താ കുഴപ്പം എന്നാ നിൽക്കണം? എടാ അവിടെയാ നിനക്ക് തെറ്റിയത്. ഒരു കാരണവശാലും ബാലാജി അല്ല തട്ടിക്കൊണ്ടു പോയെന്ന് അറിയരുത്. അതെന്താ അങ്ങനെ? എടാ അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാഥനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾക്ക് വരൂലേ? അവസാനം ഗാഥ ആരാന്നൊക്കെയുള്ള സത്യങ്ങൾ പെട്ടെന്ന് തന്നെ വെളിപ്പെടുവല്ലേ? അതുകൊണ്ട് അതൊരു കാരണവശാലും പറ്റില്ല. ഇപ്പൊ നമുക്കൊന്ന് മൂടി വെച്ചേ പറ്റുള്ളൂ. ഗൗതം സാർ അങ്ങനെ ഇപ്പൊ അതറിയണ്ടെന്ന് പറയണം. അത് ശരിയാണോ നീ പറഞ്ഞേ? ഇനിയിപ്പൊ എന്ത് ചെയ്യൂന്ന് ചോദിക്കണം. എന്തെങ്കിലും ഉടനടി ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവെന്ന് പറയാം. ഈ സമയത്ത് ഗൗതമിന്റെ ഫോൺ അങ്ങോട്ട് വരുന്നേ. എന്താ ഗൗതം സാർ വിളിച്ചേന്ന് ചോദിക്കണം. അല്ല നന്ദ എവിടെ? ഞാൻ കോളേജിലാ. അന്ന് ഇങ്ങോട്ടൊന്ന് ഇടയ്ക്ക് വരുമോ, ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാണെന്ന് പറയാം. ശരി ഞാൻ ഇപ്പൊ തന്നെ വന്നേക്കാം. നന്ദ കോൾ കിട്ടിയാ. അല്ല എന്താ വിളിച്ചേ? ഗൗതം സാറാ വിളിച്ചെന്ന് കാണണമെന്ന് പറഞ്ഞു. എന്ത് കാര്യമാണെന്ന് അറിയത്തില്ല, ആകെപ്പാട് പെട്ടിരിക്കുമോന്ന് പറയണം. പെട്ടെന്ന് അവൻ ചോദിച്ചു, സോറി മിഥുൻ ചോദിച്ചു, അല്ല അവൾക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കണം. ഡ്രസ്സ് 1-2 ഞാൻ വാങ്ങിച്ചു കൊടുത്തു, ബാക്കി അവള് വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്നായിരുന്നു. മിഥുൻ തൻ്റെ കയ്യിലേക്ക് നിന്ന് കവറങ്ങ് നീട്ടുവേണം. ഇത് അവൾക്കുള്ള ഒറിജിനൽ ഡ്രസ്സാന്ന് പറയാം. ഡ്രസ്സോ? അതെന്തിനാ? അല്ല അതൊക്കെ കൊടുത്തേരെ. ഓ ഇപ്പൊ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരു ഒലിപ്പീര് എവിടെയോ തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് സംശയമില്ലായില്ല. മനസ്സിലായി. ഒരു സൈഡ് പോലെ തോന്നി തുടങ്ങിയിട്ടുണ്ട് അല്ലേന്ന് പറയാം. അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയാം. എനിക്ക് മനസ്സിലായടാ മോനെ, ഇത് അതുകൊണ്ടാണല്ലോ ഈ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്. നടക്കട്ടെ എന്ന് പറയണം. പിന്നീട് നന്ദി അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ഗാഥ ഇങ്ങനെ വേദന കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു മുറിവൊക്കെ ഉണ്ട്. അപ്പോൾ വെച്ചാൽ മരുന്ന് വെച്ച് കെട്ടിയേക്കാന്ന് ഓർത്തോണ്ട് തുണിയൊക്കെ എടുത്തു വന്നിട്ട് ഇങ്ങനെ തുണി വെച്ച് കിട്ടുവാണ്. ഈ സമയത്ത് പിങ്കിയും മോഹിനിയും പവിത്രയും അങ്ങോട്ട് വരുന്നേ. പെട്ടെന്ന് ഗാഥയോട് ചോദിച്ചു, അല്ല നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? നിനക്ക് ജോലിയൊന്നും ഇല്ലേന്ന് ചോദിക്കുകയാണ്. ജോലിയുണ്ട്, പക്ഷെ കാല് വീണ് കഴിഞ്ഞപ്പോൾ മുറിവ് പറ്റി, അതുകൊണ്ട്. ഇനി ആ പേരും പറഞ്ഞ് നിനക്ക് വിശ്രമം എടുക്കാനായിരിക്കും അല്ലേ? അതിന്റെ ആവശ്യമൊന്നുമില്ല മോളെ, മര്യാദയ്ക്ക് പോയി ജോലി ചെയ്തോളം പറയണം. ഇത് കേട്ടോണ്ടാ പിങ്കി അങ്ങോട്ട് ഇരുന്നേ. പിങ്കി പറഞ്ഞു, എന്താ മോഹിനി ചെറുമിയെ പറയുന്നേ? അവൾക്ക് കാല് മേലാത്തല്ലേ, അതുകൊണ്ട് അവള് ഇപ്പൊ ജോലിയൊന്നും ചെയ്യണ്ടെന്ന് പറയണേ. പവിത്രയും മോഹിനി അന്തം വിട്ട് നോക്കുക. ഇത്ര സമയം ജോലി എടുപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ജോലി എടുപ്പിക്കണ്ടെന്ന്.
അതെന്തുകൊണ്ടായിരിക്കും എന്ന് ഓർത്തുണ്ട്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.